നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ തീപ്പൊരി ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുമ്പോൾ ഒരു ഇടപെടൽ നടത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് സഭയിൽ ഇത് ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാന്റെ നാവെന്ന രീതിയിൽ പ്രതിപക്ഷം സംസാരിക്കരുതെന്ന മുന്നറിയിപ്പടക്കം നേരത്തെ BJP മന്ത്രിമാർ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് കേട്ട് എന്തിന് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചു എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് ആരാണ് പറയേണ്ടത്? എന്നാൽ രാജ്നാഥ് സിംഗ് സഭയിൽ സൈനിക നടപടി നിർത്താൻ പാകിസ്ഥാൻ ഇന്ത്യയോട് യാചിച്ചു എന്ന് പറഞ്ഞതോടെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്. ശത്രു മുട്ടുപടക്കി എന്തിനാണ് നാം ആ നടപടി അവസാനിപ്പിച്ചത്? എന്നു മുതലാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ അനുസരിച്ച് തുടങ്ങിയതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. എല്ലാ സൈനിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇന്ത്യ കൈവരിച്ചു. അതിനുശേഷം മാത്രമേ ആ തിരിച്ചടിയിൽ നിന്നും ഇന്ത്യ പിന്മാറിയിട്ടുള്ളൂ. നമ്മുടെ ലക്ഷ്യമെന്താണോ അതിനെ പരിപൂർണമായി നാം ഭേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചടി താങ്ങാൻ വയ്യാതെയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകൾക്കായി നമ്മെ വിളിച്ചത്. നമ്മൾ ഭീകരതാവളങ്ങൾ തകർത്തു, നമ്മൾ പ്രതികാരം ചെയ്തു, നമുക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നും രാജ്നാഥ് സിംഗ് ഇക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. അതല്ലാതെ പാകിസ്ഥാൻ്റെ വാക്ക് കേട്ട് അവസാനിപ്പിച്ചതല്ല, മറിച്ച് പാകിസ്ഥാൻ ഇനി താങ്ങാൻ കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയും പാകിസ്ഥാന് നൽകേണ്ട പാഠം പഠിപ്പിച്ച് തന്നെയാണ് ഇന്ത്യ പിന്നോട്ട് മാറിയത്. ഓപ്പറേഷൻ സിന്ദൂർ ഒരിക്കലും അവസാനിച്ചിട്ടില്ല, അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യക്കുണ്ടായ നാശനഷ്ടം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം അടുത്തതായി ഉയർത്തിയത്. രാജ്യത്തെ ജനങ്ങൾക്കതറിയാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ചോദ്യങ്ങളെ പ്രതിരോധ മന്ത്രി ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. നമ്മുടെ എത്ര വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പ്രതിപക്ഷത്തെ ചുരുക്കം ചിലർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അവരുടെ ചോദ്യം നമ്മുടെ ദേശീയ വികാരത്തെ വേണ്ട വിധം പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് തനിക്ക് തോന്നുന്നത്. നമ്മുടെ സായുധസേന എത്ര ശത്രു വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിക്കാൻ അവർ ചോദിക്കട്ടെ, അവർ ചോദിച്ചിട്ടില്ല. അവർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചോ എന്നതായിരിക്കണം. അതിനുള്ള ഉത്തരം എൻ്റെ പക്കലുണ്ട്, അത് അതെ എന്നുള്ളതാണ്. നിങ്ങൾക്കിനി മറ്റൊരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇത് വേണം ചോദിക്കുക. ഈ ഓപ്പറേഷനിൽ നമ്മുടെ ധീരരായ സൈനികർക്ക് ആർക്കെങ്കിലും പരുക്ക് സംഭവിച്ചോ? വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാൻ സാധിക്കും, അത് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ സൈനികർക്ക് ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചിട്ടില്ല. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് ഒരു പോറൽ പോറും ഏർക്കാതെ ഒരു സൈനികർക്ക് പോലും ബുദ്ധിമുട്ട് സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് ആ പോരാട്ടം നടത്തി തിരിച്ചെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിജയം. എന്നാൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രധാന ചോദ്യങ്ങൾ പ്രതിരോധ മന്ത്രി കണ്ടില്ല എന്ന് നടിച്ചെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. രാജ്യ താൽപ്പര്യമെന്നുള്ളത് മുൻനിർത്തി പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗഗോയ് പറയുന്നത്. ഭീകരവാദികൾ പഹൽഗാമിൽ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. 26 പേരെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി മറുപടി നൽകിയില്ല. കൃത്യമായി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു പ്രത്യേക ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെ ചർച്ച ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞത്. സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാണ് ഗഗോയുടെ വാദം. പഹൽഗാം ആക്രമണം നടന്ന 100 ദിവസം പിന്നിട്ടിട്ടും ആ 5 ഭീകരരെ പിടികൂടാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ഈ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ 3 ഭീകരരെ ഇന്ത്യ കാലപുരിക്ക് അയച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. രാജ്യം മുഴുവനും പ്രതിപക്ഷവും നരേന്ദ്രമോദിയെയും പിന്തുണയ്ക്കുന്നു. എന്നാൽ പൊടുന്നനെ തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. പാകിസ്ഥാൻ മുട്ടുകുത്താൻ തയ്യാറെങ്കിൽ എന്തിനാണ് അത് നിർത്തിയത്? ആർക്കാണ് നിങ്ങൾ കീഴടങ്ങിയത്? മോദിയിൽ നിന്നും അത് ഞങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. ഇന്ത്യയെയും പാകിസ്ഥാനെയും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അമേരിക്ക നിർബന്ധിച്ചുവെന്ന് പ്രസിഡന്റ് 26 തവണയാണ് പറഞ്ഞത്. അക്കാര്യത്തിലും കൃത്യമായൊരു വ്യക്തത നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നേരിട്ടും അല്ലാതെയും വളരെ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ആരുടെയും ആജ്ഞകൾക്കോ നിർബന്ധത്തിനോ വഴങ്ങിയല്ല വെടിനിർത്തൽ നടത്തിയത്. ഇന്ത്യയോട് പാകിസ്ഥാൻ കരഞ്ഞു കാലു പിടിച്ചു. അതിനുശേഷം തന്നെയാണ് നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഈ ഓപ്പറേഷനിൽ നിന്നും പിന്നോട്ടിറങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.